ഹായ്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ പേടിച്ചു പോകുന്നവരാണോ നിങ്ങൾ? ഓർഗാനിക് കെമിസ്ട്രി +1, +2 അല്ല 10ാം ക്ലാസ് തൊട്ട് തന്നെ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നതാണ്. +1, +2 ഒക്കെ എത്തുമ്പോഴത്തേക്കും ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻസും ഒക്കെ നമ്മൾ പഠിക്കും. ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ പിന്നെ ഓർഗാനിക് കെമിസ്ട്രി നമുക്കൊരു പേപ്പറായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ നമ്മൾ ഉഴപ്പിയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡിഗ്രിക്കൊക്കെ ചെല്ലുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രി നമുക്കൊരു പേടി സ്വപ്നമായിരിക്കും. ശരിക്കും ഈ മാത്സ് ഒക്കെ പഠിക്കുന്ന പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഓർഗാനിക് കെമിസ്ട്രി. അതിൽ മാത്സ് ആർക്കാ ഇൻട്രസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ അത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് നമുക്ക് പേടി തോന്നുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് പ്രയാസമായിട്ട് തോന്നുന്നത്, എത്ര പഠിച്ചിട്ടും മനസ്സിലാകാത്തതും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാത്തതും എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചാൽ, മറ്റ് ഫിസിക്കൽ കെമിസ്ട്രി പോലെ ഇനോർഗാനിക് കെമിസ്ട്രി പോലത്തെ ഒരു ബ്രാഞ്ച് തന്നെയാണ് ഓർഗാനിക്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസം അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള അറിവ് കുറവാണെങ്കിലാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പ്രയാസമായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളുടെ ബേസിക്സ് ആണ് ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ഒരു +1, +2 ലെവൽ തൊട്ടിട്ടുള്ള ഓർഗാനിക്കിൻ്റെ കാര്യങ്ങളാണ് ഞാൻ എടുത്ത് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ക്രമേണ നമ്മൾ വീഡിയോസ് മുന്നോട്ട് പോകും തോറും അത് ഡിഗ്രിയുടെ സിലബസും കൂടി കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. 10ാം ക്ലാസ്സിലെ കുട്ടികളെ ഉദ്ദേശിച്ചല്ല ഈ വീഡിയോ, +1, +2 കുട്ടികൾ. അപ്പോൾ ഒരു മിനിമം ഓർഗാനിക്കിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു സ്റ്റാർട്ടറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും, അതായത് ലൈക്ക് ഈ IUPAC നോമൻക്ലേച്ചർ, സിമ്പിൾ ആയിട്ടുള്ള IUPAC നോമൻക്ലേച്ചർ, അതായത് വേർഡ് റൂട്ട്, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും സിഗ്മ ബോണ്ട്, പൈ ബോണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് അറിയാവുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ പ്രയോജനപ്രദമായിരിക്കും. അപ്പോൾ അവിടെ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർഗാനിക് റിയാക്ഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ബേസിക്സ് നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. IUPAC നോമൻക്ലേച്ചർ, ഓർഗാനിക് കെമിസ്ട്രി ഉണ്ടായത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന വിവരങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടി വീഡിയോ വേറെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു സീരീസ് പോലെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഇത് സീരീസ് കാണണം, അഭിപ്രായങ്ങൾ പറയണം. പിന്നെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിൽ കെമിസ്ട്രി മെയിൻ എടുത്ത് പഠിക്കുന്ന അല്ലെങ്കിൽ കെമിസ്ട്രി സബ്സിഡിയറി ആയിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. നിങ്ങൾ സ്വാർത്ഥരാകരുത്, നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യണം. അപ്പോഴാണ് വീഡിയോസ് എല്ലാവരുടെ ഇടയിൽ എത്തുള്ളൂ. അറിവാണ് അത് പകരാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 4 ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, അതായത് ടൈപ്പ് ഓഫ് ഓർഗാനിക് റിയാക്ഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു 4 ടൈപ്പേ ഉള്ള ഓർഗാനിക്കിൽ എന്ന് ചോദിച്ചാൽ അല്ല. ഈ ഒരു 4 ടൈപ്പ് മാത്രമല്ല ഓർഗാനിക്കിലുള്ളത്, പക്ഷേ ഇത് ബേസിക് ആയിട്ടുള്ള 4 ടൈപ്പാണ്. അപ്പോൾ ഈ 4 ടൈപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഗാനിക്കിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. അത് ഞാൻ ഉറപ്പായിട്ടും പറയാം. അപ്പോൾ 4 ടൈപ്പ് റിയാക്ഷൻസ് എന്തൊക്കെയാണ്, 1-2 എക്സാമ്പിൾ നോക്കാം. വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഒരു 2-3 എക്സസൈസും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നോക്കുക. നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുള്ള പേരുകൾ തന്നെയാണ്, ഒന്നും വലിയ വ്യത്യാസമുള്ളതൊന്നുമല്ല. അഡീഷൻ റിയാക്ഷൻ കേട്ടിട്ടുണ്ട്, എലിമിനേഷൻ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, റീഅറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പോൾ ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് റിയാക്ഷൻ തന്നെ നോക്കാം, അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ആഡ് ചെയ്യുന്നുണ്ട്, അതാണ് റിയാക്ഷൻ്റെ പ്രത്യേകത. കറക്റ്റ്, എക്സാക്ട്ലി അത് തന്നെയാണ്, ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് വേണം. പിന്നെ അഡീഷൻ റിയാക്ഷൻ്റെ പ്രത്യേകത, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള കോമ്പൗണ്ടിലേക്ക് മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്, എന്താ ഞാൻ പറഞ്ഞേ, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിലേക്ക് മാത്രമേ അഡീഷൻ നടക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. സാച്ചുറേറ്റഡ് ആയാൽ എന്തുകൊണ്ട് അഡിഷൻ നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാർബണിന് 4 വാലൻസിയാണ് പോസിബിൾ ആയിട്ടുള്ളത്. ആ 4 വാലൻസിയിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. സപ്പോസ് എല്ലായിടത്തും ഹൈഡ്രജൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കാർബൺ സ്റ്റേബിൾ ആണ്, അതിൻ്റെ 4 വാലൻസിയിലും ആളുകളുണ്ട്, അത് ആരും ആയിക്കോട്ടെ. ഓക്കെ, അത് സ്റ്റേബിൾ ആണ്. പിന്നെ അതൊരു റിയാക്ഷനിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഇവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, 2 കാർബൺ. സോ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. അപ്പോൾ ഇതിൻ്റെ 4 വാലൻസിയും കംപ്ലീറ്റ് ആണ് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് മീൻസ് അൺസാച്ചുറേഷൻ ആണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ കുറവുള്ളത് കൊണ്ട്, ഹൈഡ്രജൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെയോ കുറവുള്ളത് കൊണ്ടാണ് ഇവിടെ കാർബണിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്.
ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, അൺസാച്ചുറേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രജന്റെ കുറവുള്ളത് കൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്, ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും സൂചിപ്പിക്കുന്നത് അൺസാച്ചുറേഷനെയാണ്, അല്ലെങ്കിൽ കാർബണിൽ ബോണ്ട് ചെയ്യപ്പെടാനുള്ള ആറ്റംസിന്റെ കുറവിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ കുറവുള്ളിടത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അഡീഷൻ റിയാക്ഷന്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരിക്കണം, നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ അൺസാച്ചുറേറ്റഡ് ആയിരിക്കണം. അതായത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് അൺസാച്ചുറേറ്റഡ് ആയിരിക്കണം. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ അതിൽ പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ പ്രസന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, അതിൽ പൈ ബോണ്ട് ഉണ്ടായിരിക്കണം എന്നും പറയാം. അത് വേറൊരു ഭാഷയിൽ ഞാൻ പറയുന്നതാണ്. എന്താ പൈ ബോണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. എല്ലാ സിംഗിൾ ബോണ്ടിലും ഉള്ളത് സിഗ്മ ബോണ്ടാണ് അല്ലേ. സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, സിഗ്മ ബോണ്ടാണ്. അതുപോലെ തന്നെ ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ആണ് ഉള്ളത്. ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു സിഗ്മ 2 പൈ, ഇങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണ്, അഡീഷൻ റിയാക്ഷനിൽ ഒന്നുകിൽ ഒരു ഡബിൾ ബോണ്ട് പ്രസന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് പ്രസന്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് പറയാം, ഒരു പൈ ബോണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു പൈ ബോണ്ട് എങ്കിലും എന്തായിരിക്കണം, പ്രസന്റ് ആയിരിക്കണം. കാരണം ഈ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്താണ് നമ്മുടെ അഡീഷൻ റിയാക്ഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിളിലേക്ക് നോക്കുക. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, സ്വാഭാവികമായിട്ട് അതിലൊരു ബോണ്ട് പൈ ബോണ്ട് ആയിരിക്കും, ഒരു ബോണ്ട് സിഗ്മ ബോണ്ട് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ പൈ ബോണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യുന്നത്. എന്തിനാ ബ്രേക്ക് ചെയ്യുന്നത്, ഓക്കെ, ഇവിടെ എന്തിന്റെയോ കുറവുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ കുറവ് നികത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കോമ്പൗണ്ടിനെ ആഡ് ചെയ്യാൻ പോവാണ്. കോമ്പൗണ്ട് ഏതാണ്, XY എന്ന് പറയുന്ന കോമ്പൗണ്ടിനെയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ടും ഈ ബോണ്ട് മുറിഞ്ഞു കഴിയുമ്പോൾ ഓരോ കാർബണിനും എന്ത് ചെയ്യും, വാലൻസി ഫ്രീ ആകും. രണ്ടുപേരും കൂടി ബോണ്ടിൽ ഏർപ്പെടുമ്പോൾ അതിൽ ഇലക്ട്രോൺസ് രണ്ടുപേരും കൂടി ഷെയർ ചെയ്യാണെന്നല്ലേ അർത്ഥം. നമുക്കറിയാലോ, കോവാലന്റ് ബോണ്ടൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എപ്പോഴാണ് ഇലക്ട്രോൺസ് പരസ്പരം ഷെയർ ചെയ്യുമ്പോഴാണ് എന്താണ് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഓരോ കാർബണിന്റെയും വാലൻസി ഫ്രീ ആകുന്നു. അപ്പോൾ ഈ എക്സും വൈയും, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. എക്സ് ഏത് കാർബണിൽ കൊടുക്കണം നിങ്ങൾക്ക് തീരുമാനിക്കാം, വൈ ഏത് കാർബണിലോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. തൽക്കാലം ഇവിടെ ഈ കണ്ടീഷനിൽ അങ്ങനെ പ്രത്യേകിച്ച് റൂളൊന്നും വരുന്നില്ല. ചിലതിലൊക്കെ റൂള് വരുന്നുണ്ട്, അത് ഏത് കണ്ടീഷനിലാണ് എപ്പോഴാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പോകെ പോകെ പഠിക്കും. അതായത് ഈ ഏത് കോമ്പൗണ്ട് അല്ലെ ഏത് ആറ്റം ഏത് കാർബണിലേക്ക് പോകണം എന്നുള്ളതൊക്കെ റൂളൊക്കെ വരും. മാർക്കോണിക്കോസ് റൂളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതൊന്നും ഇപ്പോഴേ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല. അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, പകരം 2 സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. അതാണ് ശരിക്കും പറഞ്ഞാൽ അഡീഷൻ റിയാക്ഷനിൽ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, കാര്യമായിട്ടുള്ളൊരു എക്സാമ്പിൾ തന്നെ നോക്കാം. ഇവിടെ HBr ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉള്ള ഡെഫിഷ്യൻസി ഇല്ലാതാക്കണം. അതായത് ഇവിടെ ഹൈഡ്രജന്റെ കുറവുള്ളതുകൊണ്ടാണല്ലോ ഡബിൾ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഡബിൾ ബോണ്ടിനെ അങ്ങ് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഓരോ കാർബണിനും ഓരോ വാലൻസി വെച്ച് ഫ്രീ ആകും. ആ ഫ്രീ ആകുന്ന വാലൻസിയിലേക്ക് ഒന്നിലേക്ക് ഹൈഡ്രജനെയും ഒന്നിലേക്ക് ബ്രോമിനെയും കൊണ്ടുവരാം നമുക്ക്. അപ്പോൾ ഇതിവിടെ HBrനെ ആഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇവിടെ അഡീഷൻ പോസിബിൾ ആണ്. എന്തുകൊണ്ടാണ്, ഡബിൾ ബോണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് പറയാൻ പറ്റും അവിടെ അഡീഷൻ റിയാക്ഷൻ പോസിബിൾ ആണെന്നുള്ളത്. ആരെയാണ് ആഡ് ചെയ്യേണ്ടത്, H2O-നെയാണ് ആഡ് ചെയ്യേണ്ടത്. H2O-നെ എങ്ങനെ രണ്ടാക്കാം, 2 പേരല്ലേ വരാൻ പറ്റുള്ളൂ, 2 കാർബണിലേക്ക് 2 എണ്ണം വരണം. അപ്പോൾ H2O-നെ എങ്ങനെ രണ്ടാക്കാം, H2-ഉം OU ആയിട്ടാണോ സ്പ്ലിറ്റ് ചെയ്യുന്നത്, ഒരിക്കലും അല്ല. H2O സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ അയോൺസ് ആക്കുമ്പോൾ H+ എന്നും OH- എന്നും ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, ഒരു കാർബണിലേക്ക് H-ഉം വരും, ഒരു കാർബണിലേക്ക് OH-ഉം വരും. അങ്ങനെ നമുക്ക് H2-നെ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് അഡീഷൻ റിയാക്ഷൻ. സിമ്പിൾ അല്ലേ, ഒരു പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യണം, അതുപോലെ തന്നെ 2 സിഗ്മ ബോണ്ട് ഫോം ചെയ്യണം. എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ അഡീഷൻ റിയാക്ഷന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഇനീഷ്യൽ മെറ്റീരിയലിൽ നിന്ന് ഏതെങ്കിലും ആറ്റങ്ങൾ ലോസ് ആവും. അപ്പോൾ എന്നിട്ട് അവിടെ അപ്പോൾ കുറവ് വരുമല്ലോ ആറ്റത്തിന്റെ, അപ്പോൾ അവിടെ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒക്കെ ഫോം ചെയ്യും. ഞാൻ കാണിച്ചു തരാം എക്സാമ്പിളിലൂടെ. അപ്പോൾ ഈ കോമ്പൗണ്ടിനകത്ത് എക്സ് എന്നും വൈ എന്നും പറയുന്നൊരു ഹെറ്ററോ ആറ്റം ഉണ്ട്, അതായത് ഹൈഡ്രജൻ അല്ലാത്ത ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ എക്സും വൈയും കൂടി ചേർന്നിട്ട് XY എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ആയിട്ട് അങ്ങ് എലിമിനേറ്റ് ചെയ്തു പോയി. അപ്പോൾ ഈ 2 കാർബണിലെയും ഓരോ വാലൻസി വെച്ചിട്ട് എന്തായിപ്പോയി, ലൂസായിപ്പോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ആ 4 എന്നുള്ളത്, അതായത് കാർബണിന്റെ 4 എന്നുള്ള വാലൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ കാർബണിന്റെ ഇടയ്ക്ക് എന്ത് ഫോം ചെയ്യും, ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ടെക്നിക്കലി ഇവിടെ എന്താ സംഭവിച്ചത്, 2 സിഗ്മ ബോണ്ട്സ് ബ്രേക്ക് ചെയ്തു, എന്നിട്ട് ഒരു പൈ ബോണ്ട് ഫോം ചെയ്തു. ഇത് വെറുതെ എങ്ങനെ ഇരിക്കുമ്പോൾ സംഭവിക്കില്ല. എങ്ങനെ സംഭവിക്കുള്ളൂ, ഏതെങ്കിലും റിയേജന്റിന്റെയോ കാറ്റലിസ്റ്റിന്റെയോ ഒക്കെ പ്രസൻസിൽ മാത്രമേ
ഇങ്ങനെ സംഭവിക്കുള്ളൂ. ഓക്കെ, എലിമിനേഷൻ റിയാക്ഷൻ സംഭവിക്കുള്ളൂ. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ അകത്ത് നിന്ന് ആരെങ്കിലും ഇറങ്ങി പോകുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? എലിമിനേഷൻ. നിങ്ങളൊക്കെ റിയാലിറ്റി ഷോയിൽ എലിമിനേഷൻ റൗണ്ട് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എലിമിനേഷനുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്തോ ആരോ ഇറങ്ങി പോകുന്ന പരിപാടിയാണെന്നുള്ളത്. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാലും മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മൾ അഡീഷനിൽ എടുത്ത അതേ എക്സാമ്പിളിനെ തിരിച്ചെഴുതിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എച്ചും ബി ആറും കൂടി എന്ത് ചെയ്യാൻ പോവാണ്? എലിമിനേറ്റ് ചെയ്യാൻ പോവാണ്. വെറുതെ എലിമിനേറ്റ് ചെയ്യോ? ഇല്ല, ഉറപ്പായിട്ടും വെറുതെ എലിമിനേറ്റ് ചെയ്യില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്റ്റേബിൾ ആണ്. അപ്പോൾ അതിന് പറ്റിയ ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റോ റിയേജന്റോ വന്നു കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുള്ളൂ. ഇവിടെ OH എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ വന്നു. ന്യൂക്ലിയോഫൈലിന്റെ പ്രസൻസിൽ ഇവർക്ക് എലിമിനേഷൻ ടെൻഡൻസി ഉണ്ടാവും. അപ്പം ഇവർ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്തു പോവും. അപ്പോൾ ആ വാലൻസി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഇവിടെ ഈ കാർബണിന്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് പുതുതായിട്ട് ഫോം ചെയ്തു. സോ ദർ ഈസ് എന്താണ്? രണ്ട് സിഗ്മ ബോണ്ട് ബ്രേക്ക് ചെയ്തു ആൻഡ് ഒരു പൈ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ അടുത്ത എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടതിന്റെ റിവേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എച്ചും OHും ചേർന്നിട്ട് വാട്ടർ ആയിട്ട് അങ്ങ് എലിമിനേറ്റ് ചെയ്തു പോകുന്നു. എന്തിന്റെ പ്രസൻസിലാണ് സംഭവിച്ചത്? H2SO4ന്റെ പ്രസൻസിലാണ് സംഭവിച്ചത്. എന്നിട്ട് അവിടെ ഒരു പുതിയ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, എളുപ്പമല്ലേ? അഡീഷൻ റിയാക്ഷന്റെ ഓപ്പോസിറ്റ് അല്ലേ അപ്പോൾ എലിമിനേഷൻ റിയാക്ഷൻ? നിങ്ങൾ കണ്ടതാണല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ addition reaction and elimination reactions are exactly opposite. A pi bond is formed in elimination reaction, whereas a pi bond is broken in addition reaction. Okay, ഈ സംഭവമൊക്കെ നിങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താലും മതി. അപ്പോൾ അടുത്ത റിയാക്ഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പോയി പകരം ഒന്ന് വരിക എന്നുള്ളതാണ് അതിന്റെ വാക്കിന്റെ മീനിങ്. ഒന്ന് പോയിട്ട് ഒന്ന് വരിക, ഒന്നിന് പകരം ഒന്ന്, ആ ഒരു മീനിങ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയാക്ഷനിൽ ഒരു ആറ്റത്തിനെ മറ്റൊരു ആറ്റം വന്ന് റീപ്ലേസ് ചെയ്യാണ്. എക്സാക്ട്ലി ആ ആറ്റം ഇരിക്കുന്ന പൊസിഷൻ വേറൊരു ആറ്റം വന്ന് എന്ത് ചെയ്യാണ്? അത് വന്ന് മാറ്റുകയാണ്. ഓക്കെ, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കാർബണിന്റെ 4 വാലൻസിയും ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. അതിൽ ബാക്കി 3 വാലൻസിയിലും ഹൈഡ്രജൻ ആണെന്ന് നമുക്ക് കരുതാം. ഒന്നും പറഞ്ഞിട്ടില്ല, ഹൈഡ്രജൻ തന്നെയായിരിക്കും. 4ാമത്തെ വാലൻസിയിൽ ആരാണ്? Z എന്ന് പറയുന്ന ഒരു ആറ്റമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ Y എന്ന് പറയുന്ന വേറൊരു ആറ്റത്തിനെ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ Y ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ കാർബൺ 5 വാലൻസി ഉണ്ടോ? ഇല്ല. അപ്പോൾ കാർബണിന്റെ 4 വാലൻസി ഓൾറെഡി ഫുൾഫിൽഡ് ആണ് എന്നുള്ളത് കൊണ്ട് കാർബൺ സ്റ്റേബിൾ ആണ്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അപ്പോൾ ഇനി പുതിയൊരാളെ ആഡ് ചെയ്യാൻ പറ്റില്ല. സോ അഡീഷൻ റിയാക്ഷൻ പോസിബിളേ അല്ല. ഓക്കെ, ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. സോ അഡീഷൻ റിയാക്ഷൻ പോസിബിളേ അല്ല. എലിമിനേഷൻ നടക്കുമോ? എലിമിനേഷൻ നടക്കണമെങ്കിൽ നമ്മൾ അതിന് പറ്റിയ റിയേജന്റിനെ ആരെങ്കിലും കൊണ്ടുവരണം. പക്ഷെ അങ്ങനെയില്ല. അപ്പോൾ പിന്നെ എന്താ സംഭവം? ഇവിടെ നടക്കാൻ പോകാൻ സാധ്യതയുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇസഡിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇസഡിനേക്കാളും പ്രയോറിറ്റി ഈ കാർബൺ വൈക്ക് കൊടുക്കണം. ഓക്കെ, കാർബൺ ഈ ഇസഡിനെയും വൈയും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇസഡിന്റെ സ്ഥാനത്ത് വൈ വന്നെങ്കിൽ നന്നായിട്ട് തോന്നുന്നു കാർബണിന് തോന്നണം. ആ രീതിയിലുള്ള ഒരു കോമ്പൗണ്ട് ആയിരിക്കണം, അല്ല ഒരു ആറ്റം ആയിരിക്കണം ആര്? വൈ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? കാർബൺ നൈസായിട്ട് ഇസഡിനെ ഒഴിവാക്കും, പകരം വൈയെ അക്കോമഡേറ്റ് ചെയ്യും. ഓക്കെ, ഈ ടൈപ്പ് റിയാക്ഷൻ, അതായത് ഒരു ആറ്റം വന്ന് വേറൊരു ആറ്റത്തിനെ റീപ്ലേസ് ചെയ്യുന്ന ടൈപ്പ് റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇവിടെ ഒരു സിഗ്മ ബോണ്ട് മുറിഞ്ഞാൽ പകരം ഒരു സിഗ്മ ബോണ്ട് തന്നെയാണ് ഫോം ചെയ്യുന്നത്. പൈ ബോണ്ടിന് ഇവിടെ യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. ഓക്കെ, ഇസഡ് എന്ന് പറയുന്നത് ഹൈഡ്രജനോ ഒരു ഹെട്രോ ആറ്റമോ ആകാം. ഹെട്രോ ആറ്റം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അല്ലാത്ത മറ്റ് ആറ്റംസ് ലൈക്ക് നൈട്രജൻ ആകാം, ഓക്സിജൻ ആകാം, ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം, അയഡിൻ ആകാം, അങ്ങനെ ആര് വേണമെങ്കിലും ആകാം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, most common examples of substitution reaction occur when Z is a hydrogen or a heteroatom that is more electronegative than carbon. Z എപ്പോഴും എങ്ങനെയായിരിക്കണം? ഹൈഡ്രജൻ ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹെട്രോആറ്റം ആയിരിക്കണം. ആ ഹെട്രോആറ്റം എന്ന് പറയുന്നത് കാർബണിനേക്കാളും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റം ആയിരിക്കണം കേട്ടോ, എന്നാലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ നടക്കുള്ളൂ. അതാണ് മോസ്റ്റ് കോമൺ എക്സാമ്പിൾസ് എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഇസഡിന്റെ സ്ഥാനത്ത് I എന്ന് പറയുന്ന ആറ്റമാണ്, അയഡിൻ ആണ്. അപ്പോൾ ഇവിടെ ക്ലോറിൻ കൊണ്ടുവന്ന് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, നടക്കില്ല. പകരം എന്ത് നടക്കുള്ളൂ? സബ്സ്റ്റിറ്റ്യൂഷനേ നടക്കുള്ളൂ. അയഡിൻ മാറി കഴിഞ്ഞാലേ ഉള്ളൂ ക്ലോറിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അയഡിൻ അവിടെ ഇരിക്കെ ക്ലോറിനകത്തേക്ക് കയറാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അയഡിനെ റീപ്ലേസ് ചെയ്യുന്നു, പകരം ആര് വരുന്നു? ക്ലോറിൻ വരുന്നു. ഓക്കെ, ഇതും ഇങ്ങനെ സിമ്പിൾ ആയിട്ട് സംഭവിക്കൊന്നുമില്ല. ക്ലോറിൻ ഇങ്ങോട്ട് വന്ന ഉടനെ അയഡിനെ ഇങ്ങനെ റീപ്ലേസ് ചെയ്യില്ല. അതിനും പെർട്ടിക്കുലർ റിയേജന്റ് കാറ്റലിസ്റ്റും ഒക്കെ വേണം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാനും കാറ്റലിസ്റ്റ് റിയേജന്റും ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഈ രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കുക, അതിനകത്ത് ക്ലോറിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ആരാണ്? OH എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. OH ഗ്രൂപ്പ് വരുന്നു, ക്ലോറിൻ മാറുന്നു. നമ്മുടെ പ്രോഡക്റ്റിൽ ക്ലോറിൻ ഇരുന്ന അതേ പൊസിഷൻ ആര് കൈകാര്യം ചെയ്യുന്നു? പിന്നീട് OH കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അഡീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നൊന്ന് ആഡ് ചെയ്യുന്നു,
അവിടെ അൺസാച്ചുറേഷൻ ആണ് വേണ്ടുന്നത്. പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഇനി എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ ബോണ്ട്സ് ബ്രേക്ക് ചെയ്യും, പൈ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം വന്ന് വേറൊരു ആറ്റത്തെ റീപ്ലേസ് ചെയ്യും. ഇനി നമുക്ക് ലാസ്റ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷൻ പഠിക്കാം, റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ. റീഅറേഞ്ച്മെന്റ് റിയാക്ഷനിൽ ഇങ്ങനെ അഡീഷനോ എലിമിനേഷനോ സബ്സ്റ്റിറ്റ്യൂഷനോ ഒന്നും അല്ല നടക്കുന്നത്. ഈ ഒരു ടൈപ്പ് അല്ല, ആരും പുറത്തൊന്നും വരുന്നുമില്ല, ഇതിൻ്റെ അകത്തുനിന്നൊന്നും നഷ്ടപ്പെടുന്നുമില്ല. പിന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആറ്റത്തിൽ തന്നെ അല്ല, ഒരു കോമ്പൗണ്ടിൽ തന്നെയുള്ള പല പല ആറ്റങ്ങൾ ഉണ്ടല്ലോ, ആ പല പല ആറ്റങ്ങൾ അതിന്റെ പൊസിഷൻ ഒന്ന് ചെറുതായിട്ട് റീഅറേഞ്ച് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറുന്നു എന്നല്ലാതെ ആ ആറ്റത്തിനകത്ത് തന്നെ കിടന്ന് കളിക്കുന്നു എന്നുള്ളതല്ലാതെ പുറത്തുനിന്ന് ആരും വരുന്നുമില്ല, പുറത്തേക്കൊന്നും പോകുന്നുമില്ല. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ. നിങ്ങളുടെ പഠിക്കുന്ന ടേബിളൊക്കെ ഇല്ലേ, സ്റ്റഡി ടേബിൾ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാറില്ലേ? പക്ഷെ എന്ന് വിചാരിച്ചാൽ സ്റ്റഡി ടേബിളിൽ ഉള്ളതൊന്നും എങ്ങോട്ടും പോകുന്നൊന്നുമില്ലല്ലോ, ഒന്ന് അടുക്കിപ്പറക്കിയൊക്കെ വെക്കാറല്ലേ, അതുപോലെ അതുപോലെ തന്നെയാണ് റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കുക, ഇറ്റ്സ് 1-ബ്യൂട്ടീൻ എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഇവിടെ 2 കാർബൺ ഉണ്ട്, 2 കാർബണിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ആദ്യത്തെ കാർബണിൽ CH3CH2 എന്ന് പറയുന്ന ബ്രാഞ്ച് ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. രണ്ടാമത്തെ കാർബണിൽ 2 ഹൈഡ്രജൻ ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ആസിഡ് കാറ്റലിസ്റ്റ് പ്രയോഗിക്കുകയാണ്. ആസിഡ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഇവിടെ റീഅറേഞ്ച്മെന്റ് നടക്കും. എന്താ റീഅറേഞ്ച്മെന്റ് നടക്കുക? ദേ ഇവിടെ ഇവർ രണ്ടായിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ CH2 ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ ഒരു ഹൈഡ്രജൻ കൂടിയുണ്ട്, CH2നൊപ്പം ഈ ഹൈഡ്രജനും കൂടി കൂട്ടുമ്പോൾ CH3 ആകുന്നു. അങ്ങനെ ഇവിടെ CH3 ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ പേര് 2-ബ്യൂട്ടീൻ എന്നാവുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരുന്ന ആറ്റംസ് അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പ്സ് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പുതുതായിട്ടൊന്നും ആഡ് ഒന്നും ആയിട്ടില്ല, ഉള്ളത് തന്നെ അതിന്റെ പൊസിഷൻ റീഅറേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഐസോമർ അല്ലേ? ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ട്രക്ചറൽ ഐസോമർ അല്ലേ ഇത്? ഐസോമേഴ്സ് എന്താണ് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. Compounds having same molecular formula but different structural formula and പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരാണ് ഐസോമേഴ്സ്. ഇവിടെ അതുപോലെ തന്നെയാണ്, മോളിക്കുലർ ഫോർമുല സെയിം ആണ് രണ്ടുപേരുടെയും, പക്ഷേ അവരുടെ നെയിം ഡിഫറെൻ്റ് ആണ്, അവരുടെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടീസും എങ്ങനെയായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചില കോമ്പൗണ്ട്സിൽ ചില റീഎഞ്ചിൻ്റെയോ കാറ്റലിസ്റ്റിൻ്റെയോ ഒക്കെ പ്രസൻസിൽ സ്വയം റീഅറേഞ്ച്മെന്റ് നടക്കാറുണ്ട്. ആ മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെ റീഅറേഞ്ച്മെന്റ് നടക്കാറുണ്ട്. അപ്പോൾ അത് മറ്റൊരു മോളിക്യൂളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ 3 എക്സസൈസ് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻസർ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, എന്നാലും ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ട് നമ്മുടെ ഒരു സൈക്ലോഹെക്സെയിൻ ആണ്. സൈക്ലോഹെക്സെയിനിൽ OH എന്ന് പറയുന്ന ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. നമുക്കത് പ്രോഡക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ആ OH-നെ കാണാനില്ല, പകരം OH-ന്റെ അതേ പൊസിഷനിൽ Br-നെയാണ് കാണുന്നത്. സോ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, Br എന്ന് പറയുന്ന ഈ ആറ്റം വന്ന് OH-നെ എന്ത് ചെയ്തിരിക്കുകയാണ്? റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് വന്ന് ഒന്നിനെ റീപ്ലേസ് ചെയ്യുന്നതിനെ പരിപാടി നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, രണ്ടാമത്തേൽ ഒരു ഡബിൾ ബോണ്ട് വിസിബിൾ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇനീഷ്യൽ കോമ്പൗണ്ടിൽ പ്രസന്റ് ആണെങ്കിൽ there is a chance for addition reaction. ഓക്കെ, പിന്നെ പ്രോഡക്റ്റിലെ ആ ഡബിൾ ബോണ്ട് നമ്മൾ കാണുന്നുമില്ല. സോ പൈ ബോണ്ട് ഈസ് broken and sigma bonds are formed. എന്തായിരിക്കും അത്? അഡീഷൻ റിയാക്ഷൻ ആയിരിക്കും. ഇനി മൂന്നാമത്തെ എക്സാമ്പിളിൽ നമ്മൾ OH-നെ ഒക്കെ കാണുന്നുണ്ട്. സോ ഇവിടെയൊക്കെ ഹൈഡ്രജൻ ഉണ്ടെന്നാണ്, അത് നമ്മൾ അണ്ടർസ്റ്റുഡ് ആണ്, നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ഇവിടെയൊക്കെ ഹൈഡ്രജൻ ഉണ്ട്, എഴുതില്ല, പക്ഷെ അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഇവരൊന്നും ഇപ്പോൾ കാണാനില്ല, പ്രോഡക്റ്റിലായപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് ആണ്. അപ്പോൾ പുതുതായിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുക, അതായത് സിഗ്മ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, പൈ ബോണ്ട് ഫോം ചെയ്യുക. അത് ഏത് ടൈപ്പ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്? എലിമിനേഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇന്ന് ഇത്രയേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ +1 +2 ടെക്സ്റ്റിലൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ നിങ്ങൾ വായിച്ച് നോക്കുക, കൂടുതൽ എക്സസൈസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഓർഗാനിക്കിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓർഗാനിക് റിയാക്ഷൻസിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നീട് അത് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ അതിൽ സൂപ്പർ ആവും. ഓക്കെ, സീറോയിൽ നിന്ന് ഹീറോയിലേക്കുള്ളൊരു പോക്കാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും പഠിക്കണം, നിങ്ങളുടെ കൂട്ടുകാരെയും പഠിപ്പിക്കണം, എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും എഴുതണം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.